ഇതിൻ്റെ ഒരു വർഷം മുമ്പത്തെ വീഡിയോ ആണ്. ഒരു വർഷം മുമ്പ് ഞാൻ വ്ലോഗ് എടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോ. അത് മാത്രമല്ല, ഞങ്ങളുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് കൂടെയാണ്. ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ്. ഞാൻ ഇവിടെ വന്നിട്ട് റൂം പിടിച്ച് വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എൻ്റെ റൂം കണ്ടുപിടിച്ച് എന്നോട് വന്ന് മിണ്ടിയതാണ് അവർ. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഒരുമിച്ചാണ്, എങ്ങോട്ട് പോയാലും ഒരുമിച്ചാണ്. ഞങ്ങൾ ശരിക്കും താമസിക്കുന്നത് ബോർഡറായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോകാനും അധികം പ്രശ്നമൊന്നുമില്ല. കൂടിപ്പോയ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ബോർഡർ കിടക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അന്ന് പോയത് സ്വിറ്റ്സർലാൻഡിലേക്കാണ്. അതും സ്വിറ്റ്സർലാൻഡ് മൊത്തം കാണാനൊന്നുമല്ല, യൂറോപ്പിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് വാട്ടർഫാളാണ് റൈൻ ഫാൾസ്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ട്രെയിൻ കയറിയത്. അന്ന് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് അധികം ഇത് അറിയത്തൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്നു അല്ലെങ്കിൽ തിരിച്ചു പോരാന്നുള്ള വഴിയിലായിരുന്നു ഞങ്ങൾ പോയത്. പക്ഷെ ഞങ്ങൾ എങ്ങനെയൊക്കെ അവിടെ ചെന്ന് നമ്മുടെ നാടൊക്കെ വെച്ച് നോക്കുമ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര വലിയ സംഭവങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും അധികമൊന്നും ഇല്ല. പക്ഷെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വാട്ടർഫാളാണിത്. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞങ്ങൾ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കാതെ നിന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി. കാരണം ഇതിൻ്റെ വലിപ്പം കണ്ടിട്ടോ അതോ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി കണ്ടോ അതൊന്നുമല്ല. പക്ഷെ ഇതിൻ്റെ വെള്ളം, ഇതിൻ്റെ പൊന്നു, ശരിക്കും പച്ചയാണോ നീല നിറമാണോ എന്നറിയത്തില്ല. എന്ത് ഭംഗിയാണെന്ന് അറിയാം. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. ഇതിൻ്റെ അത് നമുക്ക് ബോട്ട് റൈഡിങ് നടത്താൻ പറ്റും. ഇവിടുന്ന് നമ്മളെ ഇവർ ബോട്ടിൽ കയറ്റിയിട്ട് ഒരു അരമണിക്കൂർ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ടൊക്കെ കൊണ്ടുപോയി. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ബോട്ട് റൈഡൊന്നും നടത്തണ്ട, കാരണം അത്യാവശ്യം നല്ലപോലെ വെള്ളമുണ്ട്. അത് മാത്രമല്ല, ഇവന്മാരെ ബോട്ടും കൊണ്ട് നല്ല അടുത്തോട്ട് പോകും. പിന്നെ വെറുതെ റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചു ഞങ്ങൾ ആദ്യം കയറുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വന്നേലേ, എന്തായാലും കയറിയേക്കാം. ബോട്ട് റൈഡിങ് ഒക്കെ ചെയ്ത് ഫുള്ളി കറങ്ങി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ഞങ്ങൾ ട്രെയിനിൽ തിരിച്ചു പോകാൻ വേണ്ടി ഇനിയുണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതിൻ്റെ അരികിൽ കൂടെ നടക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇതിനെ ക്രോസ് ചെയ്ത് വന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉള്ളതാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് വന്ന് കണ്ടു നോക്കണം. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അതിലൂടെയൊക്കെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇവിടുന്ന് റെസ്റ്റ് എടുത്ത് വാട്ടർഫാളൊക്കെ കുറച്ച് നേരം ആസ്വദിച്ചിട്ട് ഞങ്ങൾ അടുത്ത ട്രെയിൻ കയറി വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.